ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജൂസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൊച്ചു വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. കണ്ടല്ലോ കൂട്ടുകാർ, കപ്പ് കേക്ക്. ഇന്നൊരാഗ്രഹം വന്നു. ഇന്ന് എനിക്കല്ല ആഗ്രഹം വന്നത്, എൻ്റെ മക്കൾക്കാണേ. അപ്പോൾ അവർ പറഞ്ഞിട്ട് 2-3 ദിവസമായി എൻ്റെ അടുത്ത് പറയുന്നു, അമ്മ കപ്പ് കേക്ക് കഴിക്കണമെന്ന് തോന്നുന്നു, അമ്മ ഉണ്ടാക്കി തരുമെന്ന്. അപ്പോൾ എങ്കിലും ഇന്നത്തെ ദിവസം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് ഓവനിലാണ്. ഇതെല്ലാം വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഇതാ ഒരു 3 എണ്ണം വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ഓവൻ സെറ്റപ്പ് ചെയ്ത് അതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് ഓവനിൽ, ഇത് നമ്മുടെ അടുപ്പിൽ ഉണ്ടാക്കിയതും ഇത് ഓവനിൽ ഉണ്ടാക്കിയതും രണ്ടും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നുണ്ട്. കണ്ടല്ലോ കൂട്ടുകാർ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കാണ്. അപ്പോൾ ഞാനത് തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഇതുപോലെ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയൊക്കെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതാ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടിയിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡ ചേർത്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൺ ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ പാത്രത്തിലിട്ടതിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് പിന്നെ നമുക്കത് വീണ്ടും ഒന്നുകൂടി എടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണേ. അപ്പോൾ ഇത് 1 കപ്പ് മൈദപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണേ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്. നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ വിസ്ക് വെച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിനറിൽ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താലും മതി കേട്ടോ. ഈ അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഈ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും അതുപോലെ ഉപ്പും ഒക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് മധുരം കൂടുതൽ വേണ്ടതുകൊണ്ടാണ് ഞാൻ 3/4 കപ്പ് എടുത്തത്. അല്ലെങ്കിൽ 1/2 കപ്പ് മതി. എന്നാലും എനിക്ക് തോന്നുന്നു 3/4 കപ്പ് ആകുമ്പോൾ കറക്റ്റ് പാകാവും കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിലാണ് എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 കപ്പ് മാവിലേക്ക് ഞാനിതാ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര പൊടിച്ച ജാറിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നമ്മുടെ വാനില എസൻസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പൈനാപ്പിളോ ഇനി ഏലക്കായ വേണമെങ്കിൽ ഏലക്കായ ഉപയോഗിക്കാം. ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ഒരു 15 സെക്കൻഡോളം ഒന്ന് കറക്കിയെടുത്തേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയില്ല, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ഉള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് പാലും ഇത്രയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കണം. ഒരു 30 സെക്കൻഡ് മാത്രം അടിച്ചാൽ മതി. ഒരു 25 മുതൽ 30 സെക്കൻഡ് വരെ. കാരണം കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറ് ചൂടായി പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തേ. ഇത് നമ്മൾ നേരത്തെ മാവ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാത്രം തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഇതില്ലേ പൊടികൾ, അതെല്ലാം കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാടിട്ട് കുത്തി ഇളക്കണ്ട, കുറച്ചൊന്ന് സ്ലോയിലായിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇളക്കിയാൽ മതി.
ഇങ്ങനെ നമ്മൾ ഇളക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് ഒരല്പം പാലും കൂടെ ഒഴിക്കേണ്ടി വരും. മാവ് ഒരുപാട് തിക്കാവണ്ട. ഒരുപാട് തിക്കാവുമ്പോഴേ നമ്മുടെ കേക്ക് കുറച്ച് കട്ടിയാവും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊന്നും ആഡ് ചെയ്യേണ്ട. അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു പേപ്പർ കപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഏത് കപ്പ് വേണമെങ്കിലും അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിനല്ലാത്ത കപ്പുണ്ട് ഇവിടെ. സാധാരണ നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കുന്ന കപ്പില്ലേ, അതുകൊണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഇതിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതായത് നമ്മൾ ഈ കപ്പിലേക്ക് നിറയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിതാ നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മളിതാ ഈ പേപ്പർ കപ്പിലേക്ക് നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് നമ്മൾ നിറയ്ക്കരുത് കേട്ടോ, കാരണം ഇത് പൊങ്ങി അങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 1/4-ൻ്റെയും 1/2-ൻ്റെയും ഭാഗമായിട്ട് മാത്രമേ ഇത് വെക്കാവുള്ളേ. അതായത് ഈ കപ്പിൻ്റെ ഒരു 1/4 ഭാഗം മുതൽ 1/2 ഭാഗം വരെ ആയിട്ട് മാത്രമേ വെക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങോട്ട് പൊങ്ങി ഇങ്ങോട്ട് പോരും. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് നിറച്ച് വയ്ക്കാം. നമ്മളെല്ലാം ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്യുക. അതിൽ ബബിൾസ് ഒന്നും കയറാതിരിക്കാനാണ്. ചിലപ്പോൾ കയറും കേട്ടോ, കാരണം പേപ്പർ കപ്പല്ലേ. ഇനി ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാം ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് ഞാനിതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമ്മുടെ ഓവനിലേക്ക് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇനി കുറച്ച് മാവ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ അടുപ്പിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി കാണിച്ചു തരുന്നുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനിതിൽ ബാലൻസ് ഉള്ളതുകൊണ്ട് അത് അതിലും കൂടെ ഒന്ന് വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ കേട്ടോ നമ്മളൊന്ന് നോക്കണം. അപ്പോൾ നമ്മളിത് വീണ്ടും ഒരു 180 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. 180 ഡിഗ്രിയിലായി. ഇനി ഞാനിപ്പോൾ ഒരു 25 മിനിറ്റാണ് വെക്കുന്നത് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് കാണാം. കണ്ടല്ലോ, 25 മിനിറ്റ്. ഇനി നമുക്കിത് സ്റ്റാർട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കേക്ക് അവിടെ കിടന്ന് ആവട്ടെ. ഒരു പാത്രം ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കപ്പിലേക്ക് മാവാക്കുമ്പോഴേക്കും ഇതൊന്ന് 5 മിനിറ്റ് പ്രീ ഹീറ്റായിട്ട് വരട്ടെ കേട്ടോ. അതിനും ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് 4 എണ്ണമൊന്നും വേണ്ട, ബാക്കി മാവ് കുറവായിരിക്കും. അപ്പോൾ ബാക്കി നമുക്കിതാ ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഓവനൊന്നും ഇല്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ട കേക്കുകൾ ഏതാണോ അതെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഓവൻ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് വേഗം ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ കപ്പിൽ നമുക്ക് എണ്ണ പുരട്ടണമെന്നില്ല. എണ്ണ പുരട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ പുരട്ടിയിട്ടൊന്നുമില്ല, അങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് 3 എണ്ണത്തിനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് അതിലേക്ക് ആക്കി കൊടുത്തു. പെട്ടെന്നൊക്കെ നമുക്കൊരു കേക്ക് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ വല്ല പേപ്പർ കപ്പോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വല്ല ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ അടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിലും ഞാനൊരല്പം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നത് ഒരു ഭംഗിക്കും ടേസ്റ്റിനും ഒക്കെയാണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളേ, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് പ്ലെയിനായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ അടുപ്പിലുള്ള പാത്രവും ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് തുറക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. പാത്രം കൈ പൊള്ളാതെ വേണം വെക്കാൻ കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ കപ്പുകൾ ഓരോന്നായിട്ട് ഇറക്കി കൊടുക്കുകയാണ്. ഇതും ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ഇതും നമുക്ക് സമയം വേണ്ടി വരും. എന്തായാലും നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അടുപ്പ് കേട്ടോ. അപ്പോൾ വീണ്ടും അടച്ചു വയ്ക്കാം. അതുപോലെ ഒരു ചെറിയൊരു വെയിറ്റും കൂടി അതിൻ്റെ മേലെ വെച്ചാൽ നമുക്കതൊരു 25 മിനിറ്റ് ആവുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഓവനിൽ വെച്ചത് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കേ. കണ്ടല്ലോ. ഇനി നമുക്കിതൊന്ന് എടുക്കാം.
നമ്മുടെ അടുപ്പിൽ വെച്ചതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. ടൈമായേ, കണ്ടല്ലോ, കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ആദ്യം. ഇപ്പം നമ്മുടെ ഓവനിലുണ്ടാക്കിയതാണ് ഇത്രയാണേ. അതുപോലെ തന്നെ നമ്മുടെ അടുപ്പിലുണ്ടാക്കിയത് രണ്ടും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നില്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓവനൊന്നും ഇല്ലെങ്കിലും അടുപ്പിലും നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാൻ രണ്ടും കൂടെ ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മാവ് നമ്മൾ കോരി ഒഴിച്ചതിൻ്റെ ആ ഒരു വ്യത്യാസത്തിലാണ് ചിലതിൽ കുറച്ചായിട്ടിരിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി കപ്പ് കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇതിൻ്റെ സോഫ്റ്റ് കണ്ടോ, തൊടുമ്പോഴേക്ക് നല്ല സോഫ്റ്റാണേ. അതേപോലെ തന്നെയാണ് നമ്മുടെ അടുപ്പിൽ ഉണ്ടാക്കിയത്, കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.